ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റാന്നിക്കാൻ മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് തായ്ലാൻഡിലുള്ള ഒരു ആട് ഫാമിനെ പറ്റിയാണ്. ആട് ഫാമിൽ ചെന്നിട്ട് ഉള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തായ്ലാൻഡിലെ ചിക്മാഗോയിലാണ് ഈ ആട് ഫാം ഉള്ളത്. ആട് ഫാമിലോട്ടുള്ള യാത്രയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ താമസിക്കുന്ന അവിടെ നിന്ന് ഏകദേശം 20 കിലോമീറ്ററോളം ദൂരത്തിലാണ് ഈ ഫാം ഉള്ളത്. ഫാമിലോട്ടുള്ള വഴിയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന ഫാമിനെക്കാട്ടിലും വളരെയധികം വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടുത്തെ ഫാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വീഡിയോ ആണ്. ഒട്ടും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണുക. രാവിലെ ഏതാണ്ട് 9 മണിയോടുകൂടിയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്ററോളം ദൂരത്താണ് ഈ ഫാം ഉള്ളത്. നമ്മളിപ്പോൾ ഫാമിൻ്റെ എൻട്രൻസിൽ ചെന്നിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഈ കാണുന്നത് അവിടെ ചെക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവിടെ നിന്ന് നമ്മുടെ വണ്ടി ചെക്ക് ചെയ്ത് നമ്മൾ പാസ് എടുത്താൽ മാത്രമേ നമുക്ക് അകത്തേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഈ ഗേറ്റ് കടന്ന് അകത്തോട്ട് ചെല്ലുന്നത് 2 സൈഡിലുമായി ധാരാളം ഫാമുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ ഫാമിൻ്റെയും കൂടെ മെയിൻ എൻട്രൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ അകത്തോട്ട് പോവുകയാണ്. ഈ മെയിൻ എൻട്രൻസ് കഴിഞ്ഞിട്ട് തന്നെ അകത്ത് ഒരു 2 കിലോമീറ്ററോളം നമ്മൾ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് ഫാമുകളുടെ സ്റ്റാർട്ടിങ്ങിലെത്താൻ സാധിക്കുകയുള്ളൂ. മെയിൻ എൻട്രൻസ് കഴിഞ്ഞിട്ട് ഇത് മുഴുവൻ ഫാമിലായിട്ടുള്ള വഴികളാണ്. ഇവിടെ ഫാമിലേക്കുള്ള വണ്ടികൾ മാത്രമേ ഇതുവഴി കടന്നു പോകാറുള്ളൂ. നമ്മൾ 2 കിലോമീറ്റർ ദൂരെ ചെന്ന് കഴിഞ്ഞ് ഫാമിൻ്റെ എൻട്രൻസിലെത്തി. അവിടെ എൻട്രൻസിലെത്തി കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ വീണ്ടും നമ്മുടെ പാസ് ഇവരെ കാണിക്കണം. പാസ് കാണിച്ചു കഴിയുമ്പോഴേക്കും അവർ അതിൻ്റെ ഒരു ഭാഗം അവരുടെ കൈ വെക്കുകയും ബാക്കി നമ്മുടെ കയ്യിൽ തരികയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ നമ്മൾ ഫാമിൻ്റെ ഫ്രണ്ട് സൈഡിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലം നോക്കിക്കഴിഞ്ഞിട്ട് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് നോക്കാം. വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ. വണ്ടി അങ്ങ് താഴെ വരെ ഇറങ്ങി ചെല്ലത്തില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശാലമായ പാർക്കിംഗ് സൗകര്യം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാനായിട്ട്. നമുക്ക് ഈ ഫാമിൽ സന്ദർശന സമയമുള്ളത് വൈകുന്നേരം 5 മണി വരെ മാത്രമേ ഉള്ളൂ. വൈകുന്നേരം 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് പ്രവേശനം അനുവദിക്കുന്നതല്ല. രാവിലെ 10 മണി തൊട്ടാണ് ഇവിടെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. നമ്മൾ ഫാമിൽ എത്തിയിരിക്കുകയാണ്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഗാർഡായിട്ട് ഷിക്ഷോയ് തന്നെയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ആ ദൂരെ കാണുന്നത് ഒരു ഏർമാടം പോലുള്ള സെറ്റപ്പാണ്. നമുക്ക് അതെല്ലാം വിശദമായിട്ട് കാണാം മുന്നോട്ട്. നിങ്ങൾ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ അതിനകത്ത് എൻട്രൻസിലോട്ട് കയറിയപ്പോൾ തന്നെ ഒരു ആൾ കുറച്ച് ആടിനെ മേയിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ മുമ്പിൽ കൂടെ തന്നെ പോകുന്നുണ്ടായിരുന്നു. കുറേ ആടുകൾ ഇങ്ങനെ അവിടെ അപ്പുറത്തെല്ലാം നിന്ന് പുല്ല് തിന്നുകൊണ്ടിരിക്കുന്നതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാഴ്ച തന്നെയായിരുന്നു എൻട്രൻസിലോട്ട് കയറി ചെന്നപ്പോൾ തന്നെ നമ്മൾക്ക് കാണാൻ സാധിച്ചത്. പിന്നെ ഇവിടെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ മറ്റൊരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പുല്ലുകൊണ്ട് ഇവിടെ ഓരോ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓരോ മൃഗങ്ങളുടെ രൂപങ്ങൾ. അത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാഴ്ച തന്നെയാണ്. അതുപോലെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് എടുത്തു പറയേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൂറിസ്റ്റുകൾ ധാരാളം വന്നു പോകുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾക്ക് ഇടയ്ക്ക് കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കാനായിട്ട് അതിനുള്ള സെറ്റപ്പും സജ്ജീകരണങ്ങളും ഇവരിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഷീക്ഷോയ് വളരെ ബിസിയാണ്. ഷീക്ഷോയ് ഓടി നടന്ന് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ അകത്ത് കയറി അവിടെ കുറച്ച് നേരം വിശ്രമിക്കാനായിട്ട് അവിടെ ഒരിടത്ത് ഇരിക്കുകയാണ്. അവിടെ ഇരുന്നപ്പോഴാണ് ആ സൈഡിൽ കൂടെ ധാരാളം ആടുകൾ പുല്ല് മേഞ്ഞ് വയറ് നിറഞ്ഞ് തിരിച്ചു പോകുന്ന ഒരു രംഗമാണ്. മനസ്സിന് വല്ലാതെ കുളിർമയേകുന്നതും അതുപോലെ തന്നെ മനസ്സിന് സന്തോഷം നൽകുന്നതുമായ കാഴ്ചയാണ് ഈ ഫാമിൽ ചെന്നപ്പോൾ കാണാൻ ഇടയായത്. ഈ കാഴ്ചകൾ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായി കണ്ടുകൊണ്ടിരിക്കുക.
അപ്പോൾ നമ്മൾ അവിടെ കുറേ നേരം വിശ്രമിച്ച് അവിടെ ഇരുന്നതിൻ്റെ ശേഷം നമ്മൾ ആ ഏർമാടത്തിലുള്ള സെറ്റപ്പ് ഒന്ന് കാണാനായിട്ട് പോവുകയാണ്. അവിടെ നമുക്ക് കയറണമെങ്കിൽ അവിടെ വീണ്ടും പാസ് എടുക്കണം. പാസ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അതിനകത്തോട്ട് നമ്മളെ കയറ്റി വിടുകയുള്ളൂ. ആദ്യം അതിൻ്റെ ചുറ്റിനും അവിടെ എല്ലാം നിന്ന് കുറേ ഫോട്ടോസെല്ലാം എടുത്തു. ഫോട്ടോസെല്ലാം എടുത്തതിന് ശേഷം അവിടെ നിന്ന് ഷീക്ഷോയിൽ പോയി പാസ് എടുത്തുകൊണ്ട് വന്നു. പാസ് എടുത്തുകൊണ്ട് വന്നതിന് ശേഷം നമ്മൾ മുകളിലോട്ട് കയറാനായിട്ട് തുടങ്ങുകയാണ്. ഈ ഫാമിൽ കൂടെ നമ്മൾ നടന്നു വന്നതായതുകൊണ്ട് തന്നെ നമ്മൾ ഇട്ടേക്കുന്ന ഷൂസ് ഇട്ട് ഇവരെ ഒരു കാരണവശാലും ഇതിനകത്ത് നമ്മളെ കയറ്റത്തില്ല. നമ്മുടെ ഷൂസ് കവർ ചെയ്യാനായിട്ട് ഹോസ്പിറ്റലൊക്കെ തരുന്ന പോലെ തന്നെയുള്ള കവർ നമ്മുടെ കയ്യിൽ തരും. അതിട്ടതിൻ്റെ ശേഷം മാത്രമേ നമുക്ക് അകത്തോട്ട് കയറാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഈ സ്റ്റെപ്പൊക്കെ വളരെ ചെറിയ ഇടുങ്ങിയ സ്റ്റെപ്പാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ ഹൈജീനിക്കായിട്ട് തന്നെയാണ് ഇവർ സൂക്ഷിച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ഷൂസിന് ക്യാപ്പൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി മുകളിലോട്ട് കയറുകയാണ്. വളരെയധികം ഇടുങ്ങിയതും വളരെ ചെറിയതുമായ ഒരു സ്റ്റെപ്പാണ്. വളഞ്ഞ് കിടക്കുന്ന ഒരു സ്റ്റെപ്പാണ്. നമുക്ക് താഴെ നിന്ന് തന്നെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മണ്ടയൊന്നും കാണാൻ സാധിക്കുകയില്ല. ഇവിടെ ഞാൻ മാത്രമാണ് ഈ സ്റ്റെപ്പിൽ കൂടെ കയറിയത്. ഷീക്ഷോയ്ക്ക് മുട്ടിന് വേദനയാണെന്ന് പറഞ്ഞ് ഷീക്ഷോ ഇതിന് മുകളിലോട്ട് വന്നില്ല. ഞാനിപ്പോൾ ഈ സ്റ്റെപ്പിൽ കൂടെ കയറുകയാണ്. സ്റ്റെപ്പിൽ കൂടെ കയറുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം നമ്മുടെ നാട്ടിലെ ഒരു കണക്കെടുത്താൽ ഒരു 4 നിലയുടെ മണ്ടയ്ക്ക് കയറുന്ന അതേ ഹൈറ്റ് തന്നെയാണ് ഇവിടെ ഇതിനകത്ത് നമ്മൾ സ്റ്റെപ്പിൽ കൂടെ കയറേണ്ടത്. ഇവിടെ നമ്മൾ ഒരു കാരണവശാലും താഴെ പോകത്തില്ല. കാരണം അതുപോലെ കമ്പി കൊണ്ട് നമ്മൾ അവർ സേഫ്റ്റി തന്നിട്ടുണ്ട്. പിന്നെ 15 വയസ്സിൽ താഴെയും അതുപോലെ 45 വയസ്സിന് മുകളിലോട്ടുള്ളവരെയും ഇവർ ഇതുവഴി കയറാനായിട്ട് അനുവദിക്കത്തില്ല. കാരണം കുട്ടികളൊക്കെ കമ്പിയുടെ ഇടയിൽ കൂടെ താഴെ പോയി കഴിഞ്ഞാൽ അത് അപകട സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവർ 15നും 45നും ഇടയിലുള്ളവരെ മാത്രമേ ഇതുവഴി കയറ്റി വിടുകയുള്ളൂ. സ്റ്റെപ്പൊക്കെ കയറി ഇപ്പോൾ ഏറ്റവും മുകളിലത്തെ ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് ചുറ്റിക്കറങ്ങി നടക്കാനുള്ള സൗകര്യമുണ്ട്. ഇതിന് മുകളിലോട്ടും ഇതുണ്ട്. പക്ഷേ അങ്ങോട്ട് കയറാനായിട്ടുള്ള ക്രമീകരണം ഇവർ ചെയ്തിട്ടില്ല. അത് കാറ്റടിക്കുമ്പോൾ പിടിക്കാതിരിക്കാനായിട്ടാണ് ഒരു ഗോപുരം പോലെ അവരത് മുകളിലോട്ട് ചെയ്തു വച്ചിരിക്കുന്നത്. ഇത് മുഴുവൻ പുല്ലിലാണ് മേഞ്ഞിരിക്കുന്നത്. ഇത് മുഴുവൻ പുല്ലുകൊണ്ടും അതുപോലെ തന്നെ മുള കൊണ്ടുമാണ് മേഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ ഗോപുരത്തിൻ്റെ ബലത്തിനായിട്ട് ഇതിൻ്റെ മെയിൻ തൂണുകളെല്ലാം ഇവർ കമ്പിയിൽ തന്നെയാണ്. അല്ലാതെ സൈഡിൽ കൊടുക്കുന്ന താങ്ങുകളെല്ലാം മുള ഉപയോഗിച്ചാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞിട്ട് ഈ ഫാമിലെ ദൃശ്യങ്ങളാണ്. വളരെയധികം മനോഹരമായ ദൃശ്യമാണ്. കണ്ണിന് ഒരു കുളിർമയേകുന്ന ഒരു ദൃശ്യം തന്നെയാണിത്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അതിൻ്റെ ഏറ്റവും മണ്ടക്കത്തെ സ്തൂപത്തിൻ്റെ ആ മേഞ്ഞേക്കുന്ന ഭാഗമാണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പുല്ല് മേഞ്ഞേക്കുന്നതാണ്. നല്ല വെയിലായതുകൊണ്ട് തന്നെ എനിക്ക് വളരെ കറക്റ്റായിട്ട് ക്യാമറ പിടിക്കാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം കണ്ണിലോട്ട് ചൂടടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫാമിൻ്റെ വിശാലത നമുക്ക് വളരെയധികം മനോഹരമായിട്ട് കാണാൻ പറ്റും. 5 ഏക്കറിലുള്ള ഒറ്റ ഫാമാണ് ഇത്. ഈ ടെൻറ്റിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ വളരെയധികം മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. ഈ 5 ഏക്കറിലുള്ള ഫാം ഒരു ഓൾമോസ്റ്റ് 90% നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. ഒത്ത നടുക്ക് തന്നെയാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. വേറൊരു പ്രത്യേകത എടുത്തു പറയേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വളരെയധികം വൃത്തിയാണ്. ഇവിടുത്തെ വൃത്തി അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഈ ക്യാമറയിൽ നമ്മൾ എടുക്കുമ്പോൾ വെയിലായതുകൊണ്ടാണ് നമുക്ക് അത്ര കൃത്യമായ രീതിയിലുള്ള ഫോട്ടോസ് കിട്ടാത്തത്. വെയിൽ കണ്ണിലോട്ടടിച്ച് വളരെയധികം ബുദ്ധിമുട്ട് സഹിച്ചാണ് ഇതിനെ മണ്ടയ്ക്ക് നിന്ന് ഞാൻ ഈ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തത്. ഈ പുല്ലിൻ്റെ ഇത് മേഞ്ഞേക്കുന്നത് വളരെയധികം മനോഹരമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാലും നമുക്കൊരു ചൂട് ഫീൽ ചെയ്യുന്നില്ല. അത് വളരെയധികം നല്ല കാര്യമാണ്. നമുക്ക് വൈകുന്നേരമൊക്കെ ആണെങ്കിലും വിശ്രമിക്കത്തക്ക രീതിയിലുള്ള സെറ്റപ്പുകൾ ഇവിടെ ഉണ്ട്. അതിമനോഹരമായ രീതിയിൽ തന്നെയാണ് ഇത് പണിതിരിക്കുന്നത്.
ഇതിൻ്റെ മണ്ടയ്ക്ക് നിന്ന് കുറേ ഫോട്ടോസ് ഒക്കെ എടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ അവിടെ വിശ്രമിച്ചതിന് ശേഷമാണ് ഞാൻ താഴേക്ക് ഇറങ്ങിയത്. നമ്മൾ കയറി വരുന്ന ആ സ്റ്റെപ്പിൽ കൂടെ അല്ല താഴോട്ട് ഇറങ്ങുന്നത്. കയറി വരുന്നത് ഒരു സ്റ്റെപ്പും താഴോട്ട് ഇറങ്ങിപ്പോകാനായിട്ട് വേറൊരു വഴിയുമാണ് ഇവരിവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ വഴിയുടെ ദൃശ്യങ്ങളും ഒന്ന് കണ്ടു നോക്കാം. ഇതിപ്പോൾ നമ്മൾ ഇറങ്ങിപ്പോകുന്ന ഇതാണ്. ഇപ്പോൾ ആ സ്റ്റെപ്പെല്ലാം ഇറങ്ങി വീണ്ടും ഇതിൻ്റെ താഴെ വന്നിട്ടുണ്ട്. ആ സമയത്തേക്ക് ഷീക്ഷോയി കാശ് കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് പുല്ല് വാങ്ങിച്ചിരുന്നു. പുല്ല് ആടുകൾക്ക് കൊടുക്കാനായിട്ട് നമുക്ക് ഇവിടുന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കാവുന്നതാണ്. ഏതാണ്ട് 50 ബാത്ത് കൊടുത്താണ് ഒരു കെട്ട് പുല്ല് മേടിച്ചത്. ഒരു കെട്ട് പുല്ലെന്ന് പറഞ്ഞാൽ ഒത്തിരി പുല്ലൊന്നുമില്ല. അതിൻ്റെ പകുതി ഷീക്ഷോയി കൊടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ ഞാൻ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോയപ്പോൾ തന്നെ ഒരാട് നിൽപ്പുണ്ടായിരുന്നു, അതിന് കുറച്ച് കൊടുത്തു. അതിന് ശേഷം അപ്പുറത്ത് ഒരു കൂട്ടിൽ കുറേ ആടുകളുണ്ട്, അതിന് കൊടുക്കാനായിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഈ പുല്ലും കൊണ്ട് ചെന്നപ്പോൾ തന്നെ ആടുകൾ വളരെയധികം സന്തോഷത്തോടെയും ആർത്തിയോടെയും ഓടി വന്നു. അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. ആടുകൾ ഇത് തിന്നുന്നത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് നമ്മുടെ മനസ്സിന് വളരെയധികം കുളിർമ നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ്. ആടുകൾക്ക് പരിചയമുണ്ട് ഇങ്ങനെ ആൾക്കാർ വന്ന് കൊടുക്കുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്തോട്ട് കൂടിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് തന്നെ വളരെയധികം ആർത്തിയോടെയാണ് ആടുകൾ ഓടി ഓടി വരുന്നത്. ആടുകളാണെങ്കിലും കഴിവുള്ളവർ മിടുക്കന്മാർ എന്ന രീതിയിലാണ് ചില ആടുകൾ മുന്നിൽ തന്നെ ഇടിച്ചു കയറി നിൽക്കുകയാണ്. മറ്റുള്ളതൊക്കെ ചെറിയ ചെറിയ പുറകിൽ നിന്ന് വന്നപ്പോഴത്തേക്കിന് മാക്സിമം എല്ലാത്തിനും കൊടുക്കത്തക്ക രീതിയിൽ ഞാൻ വീതിച്ചാണ് കൊടുത്തത്. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയ ഒരു അനുഭവം തന്നെയായിരുന്നു ഇത്. അതിനുശേഷം ഇവിടെ നിന്ന് ഞാൻ കുറേ ഫോട്ടോസ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഷീക്ഷോയ് അവന് ഫേസ്ബുക്കിലും മറ്റും ഇടാനായിട്ട് അവനും കുറേ ഫോട്ടോസ് ഞാൻ എടുത്തു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഉച്ചയോടുകൂടി ഇവിടെ നിന്ന് പോരുന്നു. അതിനുശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്തുള്ള ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചിട്ട് പിന്നെയും ഒരു 3 മണിക്ക് ഞങ്ങൾ അടുത്ത ഫാമിൽ പോയി. അതിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. കാരണം ഇപ്പോൾ തന്നെ നമുക്ക് ഇത് വീഡിയോ ഒത്തിരി ലെങ്ത് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. വ്യത്യസ്തവും ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു പുതിയ വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.